പുരോഹിതന്മാരുടെ കൗശലവും പീലാത്തോസിന്റെ ഉറപ്പും. യേശുവയുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ശീർഷകം തിരുത്തി എഴുതാൻ പീലാത്തോസ് തയ്യാറായിരുന്നുവെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമാകുകയുള്ളൂ. പുരോഹിതന്മാർ ആവശ്യപ്പെട്ടത് യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതാനാണല്ലോ. ഈ വാചകം ഹീബ്രു ഭാഷയിൽ എഴുതിയാൽ അത് ഏകദേശം അമർ അനി മെലെക് ഹാ യഹൂദീൻ എന്നായിരിക്കും. ഈ വാചകത്തിന്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. അവൻ പറഞ്ഞു എന്ന് എഴുതാൻ അമർ എന്ന വാക്കാണ് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അനി എന്നാൽ ഞാൻ എന്നും മെലെക് എന്നാൽ രാജാവ് എന്നുമാണ്. ഹാ യഹൂദീൻ എന്നാൽ യഹൂദരുടെ എന്നാണ് അർത്ഥം. ഇവിടെയാണ് ആ പ്രധാന മാറ്റം സംഭവിക്കുന്നത്. പീലാത്തോസ് എഴുതിയ ശീർഷകത്തിൽ ഉണ്ടായിരുന്നത് 4 വാക്കുകളായിരുന്നു. യേശുവ, ഹാ നട്സറി, വു മലേക്, ഹാ യഹൂദീൻ എന്നിങ്ങനെയായിരുന്നു അത്. പുരോഹിതന്മാർ പറഞ്ഞതുപോലെ എഴുതിയാൽ അവിടെയും 4 വാക്കുകൾ തന്നെ വരാം. അത് അമർ, അനി, മെലേക്, ഹാ യഹൂദീൻ എന്നിങ്ങനെയായിരിക്കും. അപ്പോൾ യേശുവ എന്ന പേരും ഹാ നട്സറി എന്ന വാക്കും പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും. പീലാത്തോസിന്റെ ലിഖിതത്തിൽ യേശുവ എന്ന പേരാണ് ഒന്നാമത്. അതിൻ്റെ ആദ്യാക്ഷരമായ യോദ് ആണ് ദൈവത്തിൻ്റെ പേരിലെ ആദ്യാക്ഷരം. എന്നാൽ പുതിയ വാചകത്തിൽ ഒന്നാമത്തെ വാക്ക് അമർ ആണ്. ഹീബ്രുവിലെ ആലഫ് ആണ് അതിൻ്റെ ആദ്യാക്ഷരം. നമ്മൾ എ എന്ന് എഴുതാൻ ഉപയോഗിക്കുന്ന ആ അക്ഷരത്തിന് ഹീബ്രുവിൽ ആലഫ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നതോടെ ആ കോഡ് തകരുന്നു. പീലാത്തോസ് എഴുതിയ രണ്ടാമത്തെ വാക്ക് ഹാ നട്സറി ആയിരുന്നുവെന്ന് നാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹേ ആണ് പീലാത്തോസിന്റെ ലിഖിതത്തിലെ ആദ്യാക്ഷരം. പുരോഹിതന്മാർ പറഞ്ഞ വരിയിലെ രണ്ടാമത്തെ വാക്കാകട്ടെ അനി ആണ്. അങ്ങനെയെങ്കിൽ ആലഫ് തന്നെയാണ് ഇതിൻ്റെയും ആദ്യാക്ഷരം. ചുരുക്കത്തിൽ പീലാത്തോസ് എഴുതിയ ആ ശീർഷകത്തിന് മുൻപിൽ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ പേര് വെളിവാകുന്ന ആ 2 പ്രധാന വാക്കുകളെ ശീർഷകത്തിൽ നിന്ന് മാറ്റിക്കളയുക എന്നതായിരുന്നു പുരോഹിതന്മാരുടെ തന്ത്രം. അവർ നിർദ്ദേശിച്ച വാചകത്തിലെ വാക്കുകളുടെ ആദ്യാക്ഷരങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അവിടെ YHWH എന്ന പരിശുദ്ധമായ പേര് അപ്രത്യക്ഷമാകുന്നത് കാണാം. പകരം വരുന്ന അക്ഷരങ്ങൾ ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, AAMH എന്ന അർത്ഥശൂന്യമായ വാക്ക് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. പുരോഹിതന്മാരുടെ ഈ കുടിലതന്ത്രം പീലാത്തോസിലൂടെ ദൈവം നിഷ്ഫലമാക്കി. ഞാൻ എഴുതിയത് എഴുതി എന്ന പീലാത്തോസിന്റെ ഇമ്പീരിയൽ മറുപടിയിലൂടെ മാനുഷികമായ കൗശലങ്ങളെ തകർത്ത് ദൈവം തൻ്റെ കയ്യൊപ്പ് അവിടെ നിലനിർത്തി. ലോകത്തിൻ്റെ രക്ഷകനായ യേശുവ ആരാണെന്ന് ആ ഹീബ്രു അക്ഷരങ്ങളിലൂടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. യേശുവ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ആ തലയ്ക്ക് മുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പേര് തെളിഞ്ഞു നിൽക്കുന്നത് പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പേര് അവിടെ നിന്നും മാറ്റാൻ അവർ ശ്രമിച്ചത്. അതെ, പീലാത്തോസിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് പിന്നിലെ ദൈവിക ഇടപെടൽ നാം തിരിച്ചറിയണം. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ എല്ലാം തകിടം മറിഞ്ഞു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർക്ക് സാധിക്കാത്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അവൻ്റെ ആജ്ഞാനുവർത്തികളായ ക്രൈസ്തവ നേതാക്കന്മാരും ചേർന്ന് സാധ്യമാക്കി. ദൈവിക മുദ്ര നീക്കം ചെയ്ത കുരിശുമായി ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അവരെ അനുഗമിക്കുന്നു.
ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഈ സന്ദേശത്തിൻ്റെ പൂർണ്ണരൂപം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്.